ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ ഇഡലിയുടെ കൂടെ സാമ്പാറാണ് വെക്കുന്നത്. അതിനാവശ്യമായ കുറച്ച് പച്ചക്കറികളുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സാമ്പാർ വെക്കാമെന്ന് കരുതുന്നു. സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അത് കഴുകി വാരി നമുക്ക് കുക്കറിലോട്ട് എടുത്തിടണം. തക്കാളി ലാസ്റ്റ് അരിഞ്ഞിടാം. എല്ലാ കൂട്ടുകാരും സുനു വ്ളോഗ്സ് ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം. സാമ്പാർ കഷ്ണം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാം. സാമ്പാറിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്ന നല്ല രുചിയാണ്. തോമരപ്പരിപ്പ് കഴുകി വെച്ചിരിക്കുകയാണ്. അത് കുക്കറിലോട്ട് നമുക്ക് മാറ്റാം. ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി ചേർക്കുന്നവരുണ്ട്. ഞാൻ പുളിയല്ല, തക്കാളിപ്പഴമാണ് കൂടുതലും ചേർക്കുന്നത്. പച്ചക്കറി എല്ലാം അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇച്ചിരി വലിയ കഷ്ണമാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി വലിയ കഷ്ണത്തിൽ അരിഞ്ഞിട്ടതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് പെട്ടെന്ന് അങ്ങ് ഉടയുന്നതായതുകൊണ്ട് ഞാൻ വലുതായിട്ടാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ചത് വേവിക്കാം. ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ച് വേകാൻ വെക്കാം. ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കുക. കടുക് കൂട്ടി വരുമ്പോഴത്തേനെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് മസാല എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളി മൂത്ത് വരുമ്പോഴത്തേനും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഞാൻ എല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കായപ്പൊടി എല്ലാം ചേർത്ത് ഇളക്കി. ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടുള്ളൂ. അധികം മസാല വേണ്ട. സാമ്പാർ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ തന്നെ കുറുകി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ. എരിവ് മോനധികം വേണ്ട. അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ച് മസാല ചേർക്കാം. കഷ്ണത്തിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.